Hello guys, Mpl YouTube channel. Oh sorry. നമ്മുടെ ആസിഫിന്റെ ചാനൽ അപ്പോൾ ടെക്കി വിസ് ആണ്. ഓക്കെ, അപ്പം ആസിഫിന്റെ ടെക്കി വിസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. Hello everyone. ടെക്കി വിസാഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കണ്ടല്ലോ, നമ്മൾ മറ്റൊരു വെറൈറ്റി സെഗ്മെന്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇന്നൊരു കൊളാബറേഷൻ വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ടോക്ക് വിത്ത് വിസാഡ് എന്ന് പറഞ്ഞ പുതിയ സെഗ്മെന്റിന്റെ എപ്പിസോഡ് 1ലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MPL പറ്റിയാണ്. MPL പറ്റി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അതിന്റെ മുന്നിൽ അഡ്വർടൈസ്മെന്റ് MPL ഓരോ ജാഫറും ആഷിക്കും ഒക്കെ വന്നിട്ട് ഇത്ര രൂപ ഏൺ ചെയ്തു, ഇത്ര രൂപ കൊണ്ട് ടൂറൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഡ്വർടൈസ്മെന്റും അല്ലാതെ മറ്റുള്ള സെലിബ്രിറ്റീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഇതുപോലെ പ്രൊമോഷൻസ് ഒക്കെ നമ്മൾ ഡെയിലി കാണുകയാണ്. അപ്പോൾ MPL പറ്റി ഡെയിലി ഒരു വട്ടമെങ്കിലും നമ്മൾ കേൾക്കാത്ത ദിവസമില്ല. MPL എന്ന് പറഞ്ഞിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. യാഷിക്കിനെയും ജാഫറിനെയും കണ്ട് നമ്മൾ ഓൾറെഡി മടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് MPL നമുക്ക് ഇത്ര എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നാണ്. അതായത് ആഷിക്കും ജാഫറും പറയുന്നത് പോലെ 18,000-30,000 രൂപയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ MPL ഉടായിപ്പാണോ എന്നുള്ളൊരു മെയിൻ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കൊളാബ് ചെയ്യുന്നത് ഹൈടെക് മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനെ അനന്ത് ബ്രോയാണ്. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കണ്ടന്റ് ഡിസ്കസ് ചെയ്യാൻ അനന്ത് ബ്രോയെ സെലക്ട് ചെയ്തു? അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ MPL മലയാളം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന വീഡിയോ ഹൈടെക് മലയാളത്തിൻ്റെയാണ്. അതുപോലെ ഹൈടെക് മലയാളത്തിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോയും ഈ MPL പറ്റിയുള്ളതാണ്. MPL എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താലും ആ സെർച്ച് റിസൾട്ടിൽ ഈ ഹൈടെക് മലയാളത്തിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു അനന്ത് ബ്രോ തന്നെയാണ്. അപ്പോൾ അനന്ത് ബ്രോ MPL ആപ്ലിക്കേഷനിൽ പ്രോ ആണോ? അതായത് നമ്മൾ ഈ PUBGയിലൊക്കെ പ്രൊഫഷണൽ പ്ലെയർ എന്ന് പറയുന്ന പോലെ MPL ആപ്പിൽ ബ്രോ പ്രോ ആണോ? നമ്മൾ പ്രോ എന്നൊന്നും അങ്ങനെ പറയാൻ നിൽക്കുന്നില്ല. നമ്മൾ ഒരു വർഷം മുമ്പ് ആ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ഒന്ന് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളതിൽ ആ ആപ്ലിക്കേഷൻ അതിൽ ഗെയിമൊക്കെ കളിച്ച് നല്ലപോലെ ക്യാഷ് ഒന്നും ഏൺ ചെയ്തിട്ടില്ല. എത്ര ക്യാഷ് MPL ആപ്പിൽ നിന്ന് ബ്രോ സമ്പാദിച്ചിട്ടുണ്ട്? അതായത് എത്ര രൂപ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്? ഈ ആപ്ലിക്കേഷനിൽ എത്ര എമൗണ്ട് ഏൺ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈ നമുക്ക് പറഞ്ഞുതരാം. എനിക്ക് ഏകദേശം ഈ ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടിയതാൽ 8,000 രൂപയാണ് കിട്ടിയതാൽ. അതും കമ്മീഷനായിട്ടൊന്നും അല്ല, ഞാൻ അല്ലാതെ റെഫർ ചെയ്ത് എനിക്ക് കിട്ടിയ എമൗണ്ട് ആണ്. അതും ഇപ്പോഴൊന്നും അല്ല, എനിക്ക് റെഫർ ചെയ്ത് കിട്ടിയതാൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഞാനതിൽ ഈ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ചെയ്ത് അതിൻ്റെ അടുത്ത മാസമൊക്കെയാണ് എനിക്ക് 8,000 രൂപ കിട്ടിയതാൽ. അതും യൂട്യൂബ് വഴി റെഫർ ചെയ്തിട്ടാണ് കിട്ടിയത്. പിന്നെ ഗെയിം കളിച്ചും കുറച്ച് എമൗണ്ട് കിട്ടിയായിരുന്നു. ബ്രോ അന്ന് ഏൺ ചെയ്തതുപോലെ MPL ആപ്പിൽ കറന്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുമോ? അതായത് ആഷിക്കും ജാഫറും ഒക്കെ മേടിച്ചതുപോലെ 18,000 രൂപയും 30,000 രൂപയൊക്കെ നമുക്ക് ഏൺ ചെയ്ത് ടൂറൊക്കെ പോകാൻ സാധിക്കുമോ? ഈ ആപ്ലിക്കേഷൻ വഴി അതിൽ ഇപ്പം ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരിക്കലും തന്നെ ഏൺ ചെയ്യാൻ കഴിയില്ല. ഈ ആഷിക്കും ജാഫറും ഒക്കെ പറയുന്നതുകൊണ്ട് നമുക്ക് അതിൽ ട്രിപ്പ് പോകാനൊന്നും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വെച്ചൊന്നും പറ്റത്തില്ല. നോർമൽ ഒരാൾക്ക്, അതായത് ഒരു സാധാരണ ഒരാൾക്കും ഹ്യൂജ് എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ ഈ പരസ്യത്തിന് അതിലൊക്കെ ഈ ജാഫറും ആഷിക്കും ഒക്കെ പറയുന്നുണ്ട് അവർ ഗെയിം കളിച്ചാൽ ഇത്ര എമൗണ്ട് ഒക്കെ ഏൺ ചെയ്തെന്നാൽ. എന്തായാലും ഇപ്പോഴത്തെ പോളിസി, ഈ ആപ്ലിക്കേഷൻ ഇപ്പോഴത്തെ പോളിസി അനുസരിച്ച് നമുക്കതിൽ ഇതുപോലെ എമൗണ്ട് ഒന്നും അതിൽ ഏൺ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ അന്ന് ആപ്ലിക്കേഷൻ അതിൽ റിവ്യൂ ചെയ്ത സമയത്താൽ നമുക്കതിൽ ടോക്കൺസ് യൂസ് ചെയ്താണ് നമ്മളതിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ. ഈ ഡെപ്പോസിറ്റ് ക്യാഷോ ബോണസ് ക്യാഷോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് അല്ല ടോക്കൺസ് യൂസ് ചെയ്താൽ ഗെയിം കളിക്കുക, എന്നിട്ട് കിട്ടുന്ന ക്യാഷ് ആയാലും നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് എനിക്ക് ആ 8,000 രൂപ കിട്ടിയതാൽ ഗെയിം കളിച്ചും പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഫർ ചെയ്താൽ. അപ്പം ഇപ്പോഴായാലും അവരെ അതിലെ പോളിസി കാര്യങ്ങളൊക്കെ ആയാലും കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. അവർ ബോണസ് ക്യാഷ്, ഡെപ്പോസിറ്റ് ക്യാഷ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതിൽ കിട്ടുന്ന ടോക്കൺസ് ഒക്കെ അതിൽ ഒരു യൂസും ഇല്ല. ടോക്കൺസ് യൂസ് ചെയ്ത് നമുക്കതിൽ ഗെയിം ഒന്നും കളിക്കാൻ കഴിയില്ല. പിന്നെ ചില ഗെയിംസ് കളിക്കാം, അത് ടോക്കൺസ് കിട്ടാൻ വേണ്ടി മാത്രം കളിക്കുന്ന കുറച്ച് ഗെയിംസാണ്. അപ്പം എമൗണ്ട് കിട്ടുന്ന ഗെയിംസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ക്യാഷ് കൊടുത്തിട്ടല്ല നമ്മൾ ഗെയിം കളിക്കണം. നമുക്കന്നേരം ഈ പറയുന്ന വിന്നിങ് എമൗണ്ട് ഒന്നും തന്നെ അതിൽ കിട്ടുന്നതുമല്ല. അപ്പം ഇതൊക്കെയാണ് എനിക്കതിൽ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളതല്ല. നിങ്ങളതിൽ ആ ആപ്ലിക്കേഷൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ പോയി ഡൗൺലോഡ് ചെയ്താൽ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷിൻ്റെ അത്രയും പോലും നിങ്ങൾക്ക് ചിലപ്പം ഏൺ ചെയ്യാൻ കഴിയില്ല. എത്ര എമൗണ്ട് റെഫറൽ വഴി ബ്രോയ്ക്ക് ഇതുവരെ കറന്റ് ആയിട്ടുണ്ട്? അപ്പം എത്ര അതിൽ റെഫർ ചെയ്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഒരു വർഷമായാലും ആ വീഡിയോ ആയാലും ഇപ്പം എൻ്റെ യൂട്യൂബിലുണ്ട്. അപ്പം ഏകദേശം അതിൽ 1,50,000 മുകളിൽ വ്യൂസ് കിട്ടിയൊരു വീഡിയോയും കൂടാണ്. നിങ്ങളതിൽ യൂട്യൂബിലായാലും MPL മലയാളം എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആണ് ഫസ്റ്റ് വരുന്നത്. ഹൈടെക് മലയാളം യൂട്യൂബ് ചാനലിൽ നിന്ന് MPL ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആണ് ഫസ്റ്റ് വരുന്ന വീഡിയോയിൽ. അപ്പം ഈ ആപ്ലിക്കേഷനിൽ നല്ല റെഫർ ചെയ്ത് എനിക്ക് ഏകദേശം അല്ല 50,000 മുകളിലുള്ള എമൗണ്ട് ആയാൽ ആ ആപ്ലിക്കേഷനിൽ ഒന്ന് കിടപ്പുണ്ട് ബോണസ് ക്യാഷ് ആയിട്ട്. എനിക്ക് വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും യൂസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ചില ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടി അല്ല ഈ ബോണസ് ക്യാഷിൽ കുറച്ച് എമൗണ്ട് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു 100 രൂപയുടെ ഗെയിം നമ്മൾ കളിക്കുവാണെങ്കിൽ 5 രൂപ നമുക്ക് ബോണസ് ക്യാഷിൽ നിന്ന് എടുക്കാം, ബാക്കി നമ്മൾ ഡെപ്പോസിറ്റ് ക്യാഷിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതുപോലെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പോളിസി കാര്യങ്ങളൊക്കെ ആയാൽ. അപ്പം ഒരിക്കലും തന്നെ നമുക്കതിൽ ഈ ജാഫറും ആഷിക്കും ഒക്കെ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ നമുക്കതിൽ ട്രിപ്പ് പോകാനുള്ള എമൗണ്ട് 30,000 രൂപയും 10,000 രൂപയും അല്ലെങ്കിൽ 50,000 രൂപയൊക്കെ നമുക്കതിൽ
കൈ കിട്ടുന്ന ക്യാഷ് ഒന്നും അതിൽ ഏൺ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നേരം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് അതിൽ അവർക്ക് കിട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോഴത്തെ പോളിസിയൊക്കെ വെച്ച് ഈ ആപ്ലിക്കേഷനെ പറ്റി ഒരു ഒപ്പീനിയൻ, അതായത് ഒരു കൺക്ലൂഷൻ പറയാമോ? ഓക്കെ, അപ്പം എൻ്റെ ഒപ്പീനിയൻ എന്താണ്? അപ്പം എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഇനി ഒരിക്കലും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കരുത്. കാരണം അവരുടെ പോളിസീസ് ഒക്കെ അവർ പലപ്പോഴായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെഫർ ചെയ്താൽ പോലും നമുക്ക് അതിൽ ഒരു ക്യാഷും കിട്ടുന്നതല്ല. അവർ ബോണസ് ക്യാഷ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ക്യാഷ് നമുക്ക് ഒന്നിനും തന്നെ യൂസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അതിൽ ഗെയിം കളിച്ച് ഏൺ ചെയ്യാന്നാൽ ഉള്ള താല്പര്യപ്പെട്ടാൽ ചെല്ലുന്ന ആൾക്കാരോട് പറയാനുള്ളതിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ഈ ആപ്ലിക്കേഷനിൽ പോയി നിങ്ങളുടെ ഡെപ്പോസിറ്റ് ക്യാഷ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾ ക്യാഷ് കളയരുത്. കാരണം നിങ്ങൾക്ക് അതിൽ ഒരിക്കലും തന്നെ ഇത്രയും ക്യാഷ് ഒന്നും വിൻ ചെയ്ത് എടുക്കാൻ കഴിയില്ല. പിന്നെ അതിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നോക്കുന്ന ടൈമിൽ കുറേ ആൾക്കാർ ഇത്ര ക്യാഷ് ഏൺ ചെയ്തു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അതിൽ അവരുടെ ബോണസ് ക്യാഷ് ആണ്, അല്ലാതെ റിയൽ ക്യാഷ് അല്ല, വിന്നിങ് ക്യാഷ് ആണ്, നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ക്യാഷ് അല്ല. ബോണസ് ക്യാഷ് ആയാലും ഒന്നിനും നമുക്ക് അതിൽ യൂസ് ചെയ്യാനും പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഉടനെ നമുക്ക് ഒന്നിനും തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ആപ്ലിക്കേഷനാൽ അവർക്ക് നല്ല റവന്യൂ കിട്ടുന്നുണ്ട്. ഈ ആപ്ലിക്കേഷനാൽ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിൽ ഒരു 30 രൂപ വെച്ചാൽ ഈ ആപ്ലിക്കേഷനകത്തിലേക്ക് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ 1,00,000 പേരാൽ ഈ ആപ്ലിക്കേഷനാൽ ഇങ്ങനെ യൂസ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ അവർക്ക് എല്ലാം കൂടെ ടേൺ ഓവർ വരുന്നതിൽ 30 ലക്ഷം രൂപയാണ് അവർക്ക് അതിൽ കിട്ടുന്നതിൽ ഇത്രയും ആൾക്കാരുടെ നിന്ന്. അപ്പോൾ 1,00,000 നമ്മൾ ജസ്റ്റ് നമ്പർ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യ അനുസരിച്ചാൽ നിങ്ങൾക്ക് എത്ര ഊഹിക്കാമല്ലോ എത്ര പേരാൽ ഈ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് കാണുമെന്നാൽ. അപ്പം അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ബ്രോഡ് ആ വീഡിയോ നോക്കുവാണെങ്കിൽ അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. അതായത് ഇത് ഉടായ്പാണ്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ഓഡിയൻസിനോട്, ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് എന്തെങ്കിലും ബ്രോയ്ക്ക് പറയാനുണ്ടോ? നമ്മളല്ല ആ വീഡിയോ അതിൽ എന്താ ഡിലീറ്റ് ചെയ്യാത്തതെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. നമ്മളതിൽ ആപ്ലിക്കേഷൻ്റെ വീഡിയോ 1 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ അവരുടെ പോളിസി കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വീഡിയോ അതിൽ ഇട്ടേക്കുന്നത്, ഡിലീറ്റ് ചെയ്ത് വിടുന്നാൽ. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നതിനാൽ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഇട്ടൊരു വീഡിയോ ആണ് ഈ MPLൻ്റെ റിവ്യൂ ആല്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ അതിൽ ഡിലീറ്റ് ചെയ്ത് കളയാത്തയാല്. പിന്നെ ആ വീഡിയോയുടെ അതിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ അതിൽ പോളിസി കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, അത് നോക്കി മാത്രമേ നിങ്ങളതിൽ യൂസ് ചെയ്യാവുന്നാൽ. അപ്പം ഇതൊന്നും തന്നെ കാണാതെ വളരെ നെഗറ്റീവായിട്ട് ആൾക്കാർ അതിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം അവരോട് ഞാൻ പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വന്ന് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്തോ, പക്ഷേ ആദ്യമേ ആ ആപ്ലിക്കേഷൻ വീഡിയോ എന്നാ റിലീസ് അപ്ലോഡ് ചെയ്ത് എന്നാണ് നിങ്ങൾ അതിന് നോക്കുക. നോക്കിയിട്ടാൽ അതിൻ്റെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത ആളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ ഒരു നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഒക്കെ ഇടാനല്ല. പിന്നെ പല ആൾക്കാരും എന്നോട് DM വഴി ചോദിച്ചു എന്താ ഈ ആപ്ലിക്കേഷൻ്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചൊന്നും വീഡിയോ ചെയ്യാത്തതിനാൽ. അപ്പം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഇപ്പം പുതിയ വെർഷൻ ഫുൾ ഉഡായിപ്പാണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യാത്തയാൽ. അപ്പം നമ്മുടെ റിവ്യൂ കണ്ടിട്ടാൽ വേറെ ആൾക്കാരും ഇനിയും പോയിട്ടാൽ അവരുടെ ക്യാഷ് ഒന്നും ഈ ആപ്ലിക്കേഷൻ അത് ഡെപ്പോസിറ്റ് ചെയ്ത് കളയണ്ട എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മളതിൻ്റെ വേറെ റിവ്യൂ ഒന്നും ചെയ്യാത്തയാൽ. അപ്പം നമ്മളെല്ലാം ആ വീഡിയോയുടെ കാര്യത്തിലായാലും നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. നമ്മുടെ മറ്റേ 1 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്തെങ്കിലും ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ആ വീഡിയോ പ്രൈവറ്റ് ആക്കും, അല്ലെങ്കിൽ അൺലിസ്റ്റ് ആക്കും, എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഉടനെ തന്നെ നമുക്ക് അതിനുള്ള പരിഹാരം കൂടെ കണ്ടെത്താം. MPL ആപ്ലിക്കേഷനെ പറ്റി എൻ്റെ കൺക്ലൂഷൻ പറയാം. MPL ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത സമയത്ത് യൂസേഴ്സിന് ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമായിട്ടാണ് വന്നിരുന്നത്. അതായത് ഗെയിം കളിക്കുമ്പോഴും റെഫറൽ വഴിയൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന മണിയായിരുന്നു നമുക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. റെഫറൽ വഴി ആണെങ്കിൽ കൂടിയും നമ്മൾക്കിപ്പോൾ ഇതുപോലൊരു യൂട്യൂബ് ചാനൽ വഴി വീഡിയോ പറഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ, ധാരാളം ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഉള്ള MPLൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു എമൗണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. റെഫറൽ വഴിയുള്ള എമൗണ്ട് ഡയറക്റ്റ് ബോണസ് ക്യാഷ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കത്തില്ല. MPLനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവരുടെ പോളിസി എല്ലാം അവർ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഗെയിമായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഇതിൻ്റെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഗെയിം കളിച്ച് ഒരിക്കലും ഇത്തരത്തിലുള്ള എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അനന്ത് ബ്രോയ്ക്ക് 50,000-ന് മേളിൽ എമൗണ്ട് റെഫറൽ വഴി ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് പിൻവലിച്ച് ഇതുപോലെ ടൂറൊക്കെ പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അനന്ത് ബ്രോയ്ക്കും സാധിച്ചേനെ. MPL എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരു നോർമൽ ആൾ ഇൻസ്റ്റാൾ ചെയ്ത് ഗെയിം കളിച്ചു തുടങ്ങിയാൽ ഒരിക്കലും 30,000, 40,000, 18,000 ഒന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ MPLൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് നോക്കിയാലും കിട്ടിയ പൈസ അതുപോലെ തന്നെ പോയെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MPL ആപ്ലിക്കേഷനെ പറ്റി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ കൊളാബ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനി ഇതുപോലത്തെ എപ്പിസോഡുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ തന്നെ മറ്റുള്ള എപ്പിസോഡുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്, നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈടെക് മലയാളവും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ദിസ് ആസിഫ് മുഹമ്മദ്, യു ആർ വാച്ചിങ് ടെക് യു വിസാർഡ്.